ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 17ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ തിരുനാളിന്റെ കാരണക്കാരൻ നമ്മൾ ചിന്തിക്കുന്നത് ജൂലൈ 30-ാം തീയതി വിശുദ്ധ പീറ്റർ ക്രിസലോഗോസ് ആണ്. ക്രിസലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം സ്വർണ്ണ വാക്കെന്നാണ്, സ്വർണ്ണ വചസ്, സ്വർണ്ണവാക്യം എന്നൊക്കെയാണ്. ഈ വചനത്തെ സംബന്ധിക്കുന്ന വചന പണ്ഡിതനായ വിശുദ്ധന്റെ തിരുനാൾ ദിവസം നമ്മൾ ഈ വായനാഭാഗം വായിക്കുകയാണ്. ആ തിരുനാളിന്റെ വായന അല്ലെങ്കിൽ പോലും ഈ വായനാഭാഗത്തിന്റെ പ്രത്യേകത ഉപമകളും ഉപമകളുടെ വിശദീകരണവും ഒക്കെ ഈശോ ഇങ്ങനെ നൽകി വരികയാണ്. നമ്മള് കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ ഈ ഈശ്വനാഥൻ സ്വർഗരാജ്യത്തെ ഉപമിക്കുന്ന കാര്യങ്ങള് കടുകുമണിയോട് ഉപമിച്ചിട്ടുണ്ട്, പുളിമാവിനോട് ഉപമിച്ചിട്ടുണ്ട്, പിന്നെ ഈ വയലിലെ നിധിയോട് ഉപമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിലയേറിയ രക്തത്തോട് ഉപമിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു വരിക. പക്ഷെ ഇവിടെ സ്വർഗരാജ്യം വയലിൽ എറിഞ്ഞ കടലിൽ എറിഞ്ഞ വലയ്ക്ക് തുല്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അതിലെല്ലാത്തരം മത്സ്യങ്ങളും അതിനകത്ത് എടുത്തു. എന്നാൽ അവസാനം അത് കരയ്ക്കെത്തി കഴിയുമ്പോൾ ഇതിൽ നിന്നും ചീത്ത മത്സ്യങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കളയുകയും നല്ല മത്സ്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും, പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയായിരിക്കും യുഗാന്ത്യത്തിനും ഇതുപോലെ തന്നെയായിരിക്കും. ദൈവദൂതന്മാർ പുറപ്പെട്ട് ചെന്ന് ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ കരച്ചിലും മല്ലിയടിയുമായിരിക്കും. ഇങ്ങനെയാണ് ഈ ഭാഗം തീരുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിന്റെ പതിപ്പായ തിരുസഭ ഈ വലയാണ്. ഈ വല എല്ലാവരും ഉൾക്കൊള്ളും. നമ്മൾ സുവിശേഷത്തിൽ തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കാറാകുമ്പോൾ തിബേരിയാസിൽ നടക്കുന്ന അത്ഭുതവുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുന്നുണ്ടല്ലോ. 153 മത്സ്യങ്ങൾ നിറഞ്ഞ കീറിപ്പോകാത്ത വല, അത് തിരുസഭയാണ്. 153 ടൈപ്പ് ആളുകൾ അതിനകത്തുണ്ടെന്നുള്ളതാണ് അതിനർത്ഥം. പക്ഷേ അതിൽ നിന്നും ദൈവം അവസാനം ഒരു സെലക്ഷൻ, യുഗാന്ത്യത്തിൽ ഒരു സെലക്ഷൻ നടത്തും. അതിനകത്തുനിന്നും നീതിമാന്മാരെ ദുഷ്ടനിൽ നിന്നും വേർതിരിച്ചെടുക്കും എന്ന് ഈശോ പറയുക. അപ്പൊ യഥാർത്ഥത്തില് ഈ ബൈബിളിലുടനീളം കാണുന്ന പല ഇമേജറീസും ഈശോ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് വേറൊരു അർത്ഥം വരികയാണ്. അത് പിന്നീട് സഭയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ കുറെ കഴിയുമ്പോൾ വീണ്ടും വേറൊരു അർത്ഥം വരികയാണ്. ഇങ്ങനെ കാലഘട്ടം മാറുമ്പോൾ ഈ വചനത്തിന് അത് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രസക്തിയുണ്ട്. ഞാനിത് പറയാൻ കാരണം 52-ാമത്തെ വാക്യമാണ്. 52-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ അവരോട് പറഞ്ഞു, അതിനാൽ സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഓരോ നിയമജനും തന്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യമായിരിക്കും. പുതിയതും പഴയതും, പുതിയതാണ് നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പുതിയ നിയമവും പഴയ നിയമവും നമ്മൾ ചിന്തിക്കും. സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പുതിയ നിയമത്തിൽ ഈശോ പല കാര്യങ്ങളും പറയുമ്പോൾ അതിൻ്റെ എല്ലാ റെഫറൻസ് പഴയ നിയമമായിട്ട് കണക്ട് ചെയ്ത് ഈശോ പറയുന്നത്. ഈശോ മരുഭൂമിയിലെ പ്രലോഭനം നേരിടുന്ന സമയത്ത് പഴയ നിയമത്തിലെ വചനഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പിശാചിനെ ഒഴിപ്പിക്കുന്നത് തന്നെ, പിശാചിനെ പരാജയപ്പെടുത്തുന്നത് തന്നെ. അങ്ങനെ ഈ പഴയ നിയമം ഉപയോഗിച്ചാണ് പുതിയ നിയമം മുന്നോട്ട് പോകുന്നത്. അപ്പൊ പുതിയ നിയമമാണ് നമ്മൾ ആദ്യം പറയുന്നെങ്കിൽ പുതിയതും പഴയതും പുറത്തെടുക്കുന്ന മതിയായി. ഇപ്പം പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത് എല്ലാ നമ്മളിത് ബൈബിൾ പഠിപ്പിക്കുന്നവരോ വ്യാഖ്യാനിക്കുന്നവരോ മാത്രമല്ല, എല്ലാവരും ഇത് ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അതായത് സിറ്റ്സിൻ ലേബർ എന്നൊക്കെ സാധാരണ നമ്മൾ ഇങ്ങനെ ബൈബിൾ പഠിക്കുമ്പോൾ പറയും ലൈഫ് സിറ്റുവേഷൻ, നമ്മുടെ ജീവിത സാഹചര്യവും വചനവും തമ്മിൽ ചേറിയ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. 12,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ ബൈബിൾ 2000 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ഇങ്ങനെ ഇണങ്ങി കൃത്യമായ സന്ദേശങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നു. ഈ പുസ്തകം ജ്വലിക്കുന്ന പുസ്തകമായി നിൽക്കുന്നു, ജീവനുള്ള പുസ്തകമായി നിൽക്കുന്നു. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയും നൂറ്റാണ്ടുകൾ ഇത് മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പല പേര് പറയാറുണ്ട്. ഇപ്പം ഹാൻസ് ജോൺ ഗാർഡമർ എന്ന് പറയുന്ന ഒരു ഫിലോസഫറുമായിട്ട് ബന്ധപ്പെട്ട് ഗാർഡമറിന്റെ ഫിലോസഫി അനുസരിച്ച് പറയുന്ന ഒരു ടൈറ്റിലാണിത്, ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ്. ചക്രവാളങ്ങൾ ഫ്യൂഷനിലേക്ക് വരുന്നു, അത് ചേരുന്നു, അതിങ്ങനെ ഇടകലരുന്നു എന്ന് പറയുന്നൊരു സംഭവം. ഇത് പിന്നീട് ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് പറയപ്പെടുന്ന ചാക്രിക ലേഖനത്തിനകത്ത് ആദ്യ ഭാഗത്ത് തന്നെയായിട്ട് ജോൺ പോൾ രണ്ടാം പാപ്പ ഉപയോഗിച്ചിട്ടുണ്ട് താനും ഈ ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ് എന്ന് പറയുന്നത്.
എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബൈബിൾ എല്ലാ പുസ്തകങ്ങൾക്കും ഇതുണ്ട്. എല്ലാ നോവലുകൾക്കും എല്ലാ സാഹിത്യ കൃതികൾക്കും എല്ലാം ഇതുണ്ട് അർത്ഥത്തിൽ. കാര്യം എല്ലാത്തിനകത്തും ദൈവിക സ്പർശം ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാത്തിനും ഇതുണ്ട്. പക്ഷെ അത് ഏറ്റവും അധികമായി ബൈബിളിനകത്ത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ബൈബിളിന് ഒരു ചക്രവാളമുണ്ട്. നമ്മുടെ ജീവിതമാകുന്ന ചക്രവാളവുമായത് കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് ആ സന്ദേശം കിട്ടുന്നു. ഇതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ച്, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ആകുലതകൾ ഇത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിലൂടെ കർത്താവ് കൃത്യമായി നമുക്ക് സന്ദേശം നൽകുന്നു. ഇതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. ഇവിടെ പറയുന്നതാണ് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബൈബിളിലെ ആദ്യ പുസ്തകത്തിൽ പറയുന്ന സൃഷ്ടികർമ്മമുണ്ട്. ഈ സൃഷ്ടികർമ്മം എന്ന് പറയപ്പെടുന്ന ഒരു ഫ്യൂഷനുമായിട്ട് അസീസിയിലെ ഫ്രാൻസിസിന്റെ ചിന്തകളെ ഫ്യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കാണ് ലൗദാത്തോ സി സിഞ്ഞോരെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി എന്നൊക്കെ പറഞ്ഞുള്ള ആ കീർത്തനം ഉണ്ടാകുന്നത്. ഇത് വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 13-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന സംഭവമാണ്. അതിന് വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മുടെ കാലഘട്ടം എത്തുമ്പോൾ ഫ്രാൻസിസ് പാപ്പ ഇതിനെ ചാക്രിയലേനമാക്കുന്നു, ലൗദാത്തോ സി എന്ന് പറഞ്ഞുകൊണ്ട് ചാക്രിയലേനമാകുന്നു. അപ്പൊ ഇതിങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും വചനത്തിന്റെ പ്രസക്തി ഇങ്ങനെ നിലനിൽക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഈ ഒരു ഭാഗം, ഈ പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ എന്ന് പറയപ്പെടുന്ന ഈ വാക്യം 13-ാം അധ്യായത്തിൽ 52-ാം വാക്യം, അത് വളരെ മനോഹരമായ അർത്ഥതലം ഉൾക്കൊള്ളുന്നൊരു വാക്യമാണ്. മറ്റൊരു രസകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ വായിച്ചിട്ടൊരു സുവിശേഷ ഭാഗമുണ്ട്. ഈ സുവിശേഷ ഭാഗം നമ്മൾ ഒരു 10 വയസ്സുള്ളപ്പോൾ കേട്ടിട്ടുള്ളതായിരിക്കും, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്ന് നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ടാവും. അന്ന് ആ 10 വയസ്സുള്ള ആളുടെ ജീവിതവുമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വചനഭാഗം സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്ദേശമല്ല അയാൾക്ക് 20 വയസ്സുള്ളപ്പം കിട്ടുന്നത്, 30 വയസ്സുള്ളപ്പം വേറൊന്ന്, 40-45 വയസ്സ് 50 വയസ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് കുറെ കൂടി പ്രകാശമുള്ള, കുറെ കൂടി വ്യത്യസ്തമായ, കുറെ കൂടി ആ സമയത്തെ ആ പ്രായത്തിന്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം കർത്താവ് പകർന്നു നൽകിയ നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ഒരു വചനഭാഗം മത്തായി 13:52 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണത്, ഗാർഡമന്റെ ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. അവൻ അവരോട് പറഞ്ഞു, അതിനാൽ സ്വർഗരാജ്യത്തിന് ശിഷ്യരായി തീരുന്ന ഓരോ നിയമജ്ഞനും, ശിഷ്യരായി തീരുന്ന എല്ലാവരും, നമ്മളിപ്പം നിയമജ്ഞനം എന്ന് പറയുമ്പോഴത്തേക്ക് അതില് അച്ഛന്മാര്, സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിഷപ്പ്മാർ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനായിരിക്കും. അതായത് പുതിയത് എന്ന് പറയുന്നത് അയാളുടെ ഇപ്പോഴുള്ള ജീവിതമാണ്, പഴയത് എന്ന് പറയുന്നത് ഈ ഇരുന്ന് പഴകി വീര്യവും രുചിയുമേറിയ വീഞ്ഞിന് തുല്യമായ ബൈബിൾ, അതാണ് പഴയത്. ഈ പഴയ പുസ്തകം നമ്മുടെ പുതിയ ജീവിതത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ പുതിയതാണ്. നമ്മൾ പുതിയ വ്യക്തിയായി മാറണം. ഇപ്പൊ അതിനെ പിന്നെ പഴയ ജീവിതമായിട്ട് മുമ്പ് മുന്നോട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞൊഴിച്ചു വയ്ക്കാൻ പാടില്ല, പഴയ വസ്ത്രത്തോട് പുതിയ വസ്ത്രം തുന്നി ചേർക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷെ പറയുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം പുതിയതാക്കി മാറ്റാൻ പഴയ പുസ്തകമായി ബൈബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു പുത്തൻ ആശയം, ആ ആശയമാണ് നമ്മുടെ പുതിയ ജീവിതത്തിന് വേണ്ടി ചേർത്ത് വെക്കാനായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബൈബിൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, അതായത് ഈ ബൈബിൾ എഴുതിയ സമയത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട്, ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു സോഷ്യൽ ഒരു കൾച്ചറുണ്ട്. ഇതൊക്കെ ബൈബിൾ എഴുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ അതൊന്നുമല്ല നമ്മുടെ കൺമുമ്പിലുള്ളത്. എന്നാൽ പോലും ഈ വചനഭാഗങ്ങൾ നമ്മുടെ ജീവിതഗന്ധിയായി നിൽക്കുന്നു എന്ന് പറയുന്നത് ജീവിതത്തെ സ്പർശിച്ച് ജീവിതത്തിൽ ചൂഴ്ന്നു നിൽക്കുന്ന രീതിയിൽ അർത്ഥം നൽകുന്നതാണ്. അപ്പൊ വചനത്തിന്റെ പ്രാധാന്യം പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വചനഭാഗമാണ് മത്തായി 13:52. പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനായി മാറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.